സഹോദരങ്ങളെ, ജീവപ്രദമായ വിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവന് വേണ്ടി അർപ്പിക്കുന്നതിന് ഞാൻ യോഗ്യനായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ.
പ്രസവിച്ചു മറിയാം നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ ലോകോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ
മിശിഹായുടെ ലോകവാസകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. ഒരധികാരി അവരോട് ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. അത് കേട്ട് യേശു പറഞ്ഞു, ഇനിയും നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു, കാരണം അവന് വലിയ ധനികനായിരുന്നു. യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം! ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടന്നു പോകുന്നതാണ്. ഇത് കേട്ടവർ ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്കും കഴിയും? അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിവദിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിന് വേണ്ടി വീടിനെയോ ഭാര്യയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരെല്ലാവർക്കും ഇക്കാലത്ത് തന്നെ അവ അനേക മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവിൻ്റെ തേജസ്കരണത്തിന് ശേഷം 5-ാമത്തെ ഞായറാഴ്ചയിലാണ് നാം. ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നത് 2 വേദഭാഗങ്ങളാണ്. ഹെബ്രായ ലേഖനത്തിൽ നിന്നും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങളും യേശുവിൻ്റെ ആത്മീയ തേജസ്സും ദൈവികതയും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാവണം അധികാരിയായ ഒരുവൻ അവിടുത്തോട് നിത്യജീവൻ സ്വന്തമാക്കാനുള്ള മാർഗം അന്വേഷിക്കുന്നത്. യേശുവിനെ നല്ലവൻ എന്ന് വിളിച്ചുകൊണ്ടാണ് യേശുവിനോടുള്ള ചോദ്യം, സംശയം അയാൾ ഉന്നയിക്കുന്നത്. യേശു തന്നെ നല്ലവൻ എന്ന് വിളിച്ചപ്പോൾ അയാളുടെ മനസ്സിനെ ഉയർത്തുന്നത് എല്ലാ നന്മയുടെ ഉറവിടം തന്നെയായ ദൈവത്തിങ്കിലേക്കാണ്. അതായത് നന്മയുടെ ഉറവിടമായ ദൈവത്തിങ്കിലേക്ക് ഹൃദയമുയർത്തുവാനാണ് യേശു അയാളോട് ആജ്ഞാപിക്കുന്നത്. കാരണം ദൈവം മാത്രമായ നല്ലവൻ ഉള്ളത് അവിടുന്ന് വ്യക്തമാക്കുന്നു. പൂർണ്ണത ആർക്കാണ് അവകാശപ്പെടുവാൻ സാധിക്കുക? ഈ ലോകത്തിൽ നാം കാണുന്ന
നന്മയുടെ ആവിഷ്കാരങ്ങളെല്ലാം ദൈവത്തിൻ്റെ നന്മയുടെ സൂചനകളാണ്, അടയാളങ്ങളാണ്. പരിമിതികളുള്ള സൃഷ്ടികളാണ് നാം എല്ലാവരും. തൻ്റെ പക്കൽ അന്വേഷണ മനസ്സോടുകൂടി എത്തിയ അയാൾക്ക് യേശു നിത്യജീവൻ്റെ മാർഗം ഉപദേശിച്ച് നൽകി. യേശു അയാളോട് പറയുന്നു, ദൈവം നൽകിയ പ്രമാണങ്ങളുടെ 10 കൽപ്പനകളുടെ മാർഗം പിന്തുടരുക. വളരെ സന്തോഷത്തോടു കൂടി തന്നെയാവണം ആ മനുഷ്യൻ മറുപടി നൽകിയത്. എൻ്റെ ചെറുപ്പം മുതൽ ഞാനിവയെല്ലാം പാലിക്കുന്നുണ്ട്. പക്ഷേ പ്രമാണങ്ങളുടെ അന്യൂനമായ പാലനത്തിനിടയിലും നിത്യജീവൻ പ്രാപിക്കുന്നതിൽ നിന്ന് അയാളെ തടസ്സപ്പെടുത്തുന്ന ഒരു കുറവ് യേശു അയാൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. സമ്പത്ത്. അത് വിറ്റ് ദരിദ്രർക്ക് നൽകി സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാക്കുവാനും പിന്നീട് തന്നെ അനുഗമിക്കുവാനും യേശു അയാളോട് ആഹ്വാനം ചെയ്യുന്നു. സുവിശേഷത്തിൽ നാം കാണുക, സങ്കടത്തോടുകൂടെ വ്യസനത്തോടുകൂടെ അയാൾ യേശുവിൻ്റെ പക്കൽ നിന്ന് പോയി എന്നാണ്. കാരണവും പറയുന്നുണ്ട്, അയാൾ വളരെ സമ്പന്നനായിരുന്നു. സ്വർഗത്തിലേക്ക് ഹൃദയമുയർത്തുവാൻ, നിത്യജീവന് വേണ്ടി അധ്വാനിക്കുവാൻ വിഘാതമായി നിൽക്കുന്നത് അയാളുടെ സമ്പത്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. യേശുവിൻ്റെ വാക്കുകൾ തുടർന്ന് വരുന്നത് അതുതന്നെയാണ് നമ്മോട് പറയുന്നത്. നിത്യജീവൻ്റെ വഴിയിൽ നിൽക്കുന്ന തടസ്സത്തെ ഒഴിവാക്കി പൂർണ്ണമായി ദൈവവചനം സ്വീകരിക്കുവാൻ, അതിനനുസരിച്ച് ജീവിക്കുവാനാണ് യേശു അയാളോട് ആഹ്വാനം ചെയ്യുന്നത്. യേശു പറയുന്നുണ്ട്, ഒട്ടകം സൂചിക്കുഴയിലൂടെ പ്രവേശിച്ചാലും സമ്പത്തിൽ ആസക്തനായവൻ, സമ്പത്തിന് അടിമയായവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. ഒരുപക്ഷേ നാം ഈ വേദവാക്യത്തെ ശരിയായി മനസ്സിലാക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഒട്ടകം ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ് എന്ന് യേശു പറയുന്നു. സെമിറ്റിക് ശൈലി അനുസരിച്ച് ഇതിനെ മനസ്സിലാക്കേണ്ടത്, ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോയാലും ധനികൻ, സമ്പത്തിൽ ആസക്തനായവൻ, സമ്പത്തിനടിമയായവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് തന്നെയാണ്. രക്ഷ പ്രാപിക്കുക എത്ര ദുഷ്കരമാണ് എന്ന വിശുദ്ധ പത്രോസിൻ്റെ വാക്കുകളാണ് യേശുവിൻ്റെ വചനത്തെ മനസ്സിലാക്കുവാൻ നമ്മെ കൂടുതൽ സഹായിക്കുന്നത്. പത്രോസ് കർത്താവിനോട് നേരിട്ട് ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കുവാൻ ആർക്ക് സാധിക്കും? അപ്പോഴാണ് യേശു പറയുന്നത്, രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല പത്രോസ് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്കെന്താണ് ലഭിക്കുക? യേശു അവരോട് പറയുന്നുണ്ട്, അനേകം മടങ്ങായി നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കും. ഭവനങ്ങളെയോ കുടുംബത്തെയോ കുടുംബ ബന്ധങ്ങളെയോ ഉപേക്ഷിച്ചവർക്ക്, ദൈവരാജ്യത്തിന് വേണ്ടി ഉപേക്ഷിച്ചവർക്ക് 100 മടങ്ങായി അവ ഈ ലോകത്തിൽ തന്നെ ലഭിക്കും. മാത്രമല്ല വരാനിരിക്കുന്ന രാജ്യത്തിൽ നിത്യ സന്തോഷവും. അപ്പോൾ നഷ്ടപ്പെടുവാൻ വേണ്ടിയല്ല നാം ലോകത്തിലെ സമ്പത്തിനെ വേണ്ട എന്ന് വെക്കുന്നത്, പിന്നെയോ സ്വർഗരാജ്യത്തെ നേടുവാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ സമ്പത്ത് ഒരു തിന്മയല്ലേ എന്ന്. അല്ല, സമ്പത്ത് ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ചിന്ത വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ പ്രകടമായി നമുക്ക് കാണാം. ധർമ്മിഷ്ഠനായ ദാനം ചെയ്യുന്നതിൽ മുൻപന്തിയിലായിരുന്ന ജോബിന് എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോഴൊന്നും ജോബ് ദൈവത്തെ ഉപേക്ഷിച്ചില്ല.
ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ എന്ന് മാത്രമാണ് ജോബ് പറഞ്ഞത്. പരീക്ഷണങ്ങൾക്കും പരീക്ഷകൾക്കും ശേഷം ജോബിനെല്ലാം തിരികെ ലഭിച്ചു, അനേകം മടങ്ങായി ലഭിച്ചു എന്നാണ് പറയുന്നത്. സമ്പത്ത് തിന്മയായിരുന്നെങ്കിൽ ദൈവം ഒരിക്കലും ജോബിന് വീണ്ടും സമ്പത്ത് നൽകുമായിരുന്നില്ല. ജോബ് കൂടുതൽ ധർമ്മിഷ്ഠനായി ദാനം നൽകുന്നവനായി തീർന്നു എന്ന് തന്നെ നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ പിന്നെ സമ്പത്തിൻ്റെ വിനിയോഗമാണ് എപ്രകാരം ഉള്ളതാകണം എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അത് സ്വന്തം നന്മയ്ക്കായി വിനിയോഗിക്കുക, ദൈവരാജ്യത്തിലേക്കുള്ള മാർഗമായി വിനിയോഗിക്കുക, സഹോദര മനുഷ്യർക്ക് ഉപകാരത്തിനായി വിനിയോഗിക്കുക. അങ്ങനെയാണ് സ്വർഗരാജ്യത്തിൽ നിക്ഷേപം കരുതി വെക്കുവാൻ നമുക്കാവുക. എന്നാൽ സമ്പത്ത് ആപൽക്കരമായി തീരാം, അപകടകാരണമായി തീരാം. കൂട്ടിവെച്ച് സന്തോഷിക്കാനുള്ള മാർഗമായി സമ്പത്ത് തീരുമ്പോൾ അത് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയിൽ വിഘാതമായി തീരാം. നിത്യജീവിതത്തിൽ അത് ഉപകരിക്കില്ലെന്ന് മാത്രമല്ല, വിനാശകാരിയായി തീരും. വിവിധ തരത്തിലുള്ള സമ്പത്തിൻ്റെ പിന്നാലെ വ്യഗ്രതയോടെ പായുന്ന മനുഷ്യരെ നാം കണ്ടിട്ടുണ്ട്. പണം, ഭൂമി, അധികാരം, പ്രശസ്തി, സ്ഥാനമാനങ്ങൾ ഇവയൊക്കെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായി കരുതി അവയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അല്ല, നമ്മെ തന്നെ പരിശോധിക്കുക. നാം തന്നെയും എന്തിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്? നമ്മുടെ വ്യഗ്രതകൾ, നമ്മുടെ ആകാംക്ഷകൾ എന്തിനു വേണ്ടിയാണ്? സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയെയും പരലോക ജീവിതത്തെയും സംബന്ധിച്ച് ബോധ്യമുള്ളവർ പോലും പൊരുത്തപ്പെടലിൻ്റെ ജീവിതം നയിക്കാനാണ് ശ്രമിക്കുന്നത്. രണ്ടും നഷ്ടപ്പെടാതെ ജീവിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. സ്വർഗരാജ്യവും നഷ്ടപ്പെടരുത്, ഈ ലോകത്തിലെ സമ്പാദ്യവും നഷ്ടപ്പെടരുത് എന്ന് കരുതി ജീവിക്കുന്നവർ. നിത്യജീവന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് പിന്നീടാകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർദ്ധക്യത്തിലാകാം എന്ന് കരുതുന്നവരുണ്ട്. യഥാർത്ഥ സമ്പത്ത് അത് ദൈവരാജ്യത്തിലെ സമ്പത്താണ്, സ്വർഗമെന്ന സമ്പത്താണ്, ദൈവത്തോടുള്ള അടുപ്പമാണ്. അത് പ്രാപ്യമായിരുന്നിട്ടും, അത് അന്വേഷിക്കുവാനും നേടുവാനും സാധിക്കുമായിരുന്നിട്ടും അത് ഉപേക്ഷിക്കുന്നവർ നിരവധിയാണ്. നിത്യജീവൻ്റെ മാർഗം തിരിഞ്ഞറിഞ്ഞിട്ടും ആ വഴിയെ നടക്കാതെ വ്യസനത്തോടെ യേശുവിൻ്റെ പക്കൽ നിന്ന് മടങ്ങിപ്പോയ അധികാരി നമ്മുടെ ചിന്തയെ, മനസ്സിനെ, ഹൃദയത്തെ വിചിന്തനത്തിന് പ്രേരിപ്പിക്കട്ടെ. എബ്രായ ലേഖനത്തിൽ നാം ഇന്ന് വായിച്ചു കേട്ടു, നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ എന്ന്. ദ്രവ്യമാണ് ജീവിതത്തിലെ, ധനമാണ് ജീവിതത്തിലെ, സമ്പത്താണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് കരുതി അതിൽ മനസ്സ് മുഴുകി ജീവിക്കരുത്. സമ്പത്തിനോടുള്ള കെട്ടുപാടിൽ നിന്ന് മനസ്സ് സ്വതന്ത്രമാക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ യേശു നമ്മോട് ഉപദേശിക്കുന്നുണ്ട്. ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക, അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. അവിടുന്ന് പറയുന്നു, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. നമ്മുടെ സമ്പത്ത് ദൈവസന്നിധിയിലാണ് എങ്കിൽ നമുക്ക് സന്തോഷിക്കാം, നമ്മുടെ ഹൃദയം പൂർണ്ണമായും അവിടെ തന്നെയായിരിക്കും. ഈ കഴിഞ്ഞ ദിവസം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഒരു വാക്യം എല്ലാവരും സാമൂഹിക മാധ്യമങ്ങളിൽ ഉദ്ധരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഉപദേശിച്ചതാണ്, യഥാർത്ഥ ആവശ്യം ഉള്ള മനുഷ്യനെ, വ്യക്തികളെ കണ്ടിട്ട് ഹൃദയം തുറക്കാത്തവർ അവർ യഥാർത്ഥത്തിൽ സങ്കടപ്പെടുകയുള്ളൂ, അവർക്ക് ബുദ്ധിമുട്ടുകളായിരിക്കും വന്നു ഭവിക്കുക എന്ന്. അവരുടെ നേരെ മുഖം തിരിക്കുന്നവർക്ക്
അത് സന്തോഷകരമായിരിക്കുകയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ് എന്ന് നമുക്കറിയാം. കോവിഡ് രോഗം മൂലം ദുരിതമനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. രോഗത്താൽ ക്ലേശിക്കുന്നവർ, തൊഴിൽ നഷ്ടപ്പെട്ടവർ, ആഹാരത്തിന് വകയില്ലാത്തവർ, വേണ്ടതായ ചികിത്സയ്ക്ക് മാർഗങ്ങളില്ലാത്തവർ, അങ്ങനെയുള്ള ധാരാളം ആളുകളെ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ അടുത്തും അകലെയും. അപ്പോൾ അവരുടെ ആവശ്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് തിരിക്കുവാൻ ഇന്നത്തെ വേദഭാഗം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ കഴിവനുസരിച്ച് ദുരിതമനുഭവിക്കുന്നവർക്ക് ഭക്ഷണമെത്തിക്കുവാൻ, ചികിത്സയുടെ മാർഗങ്ങളെത്തിക്കുവാൻ, മരുന്നുകളെത്തിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുവഴിയായി സമ്പത്തിൻ്റെ ശരിയായ വിനിയോഗമാണ് നാം നിർവഹിക്കുന്നത്. അതുവഴിയായി സ്വർഗത്തിൽ നാം നിക്ഷേപം കരുതി വയ്ക്കുകയാണ്. അതുവഴിയായി നിത്യജീവൻ്റെ പാതയിലേക്ക് നാം നടന്ന് അടുക്കുകയാണ്. ഇന്ന് ഈ ചിന്തകളോടുകൂടി നമുക്ക് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാം. യഥാർത്ഥ ധനം നേടുവാൻ നമുക്ക് ശ്രമിക്കാം. അതിനുവേണ്ട കൃപ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും ഹൃദയം തുറക്കുവാൻ, മനസ്സുകൾ തുറക്കുവാൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രമേപേഴ്ചയും അനശ്വര കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഇല്ലായ്മയിൽ ഞങ്ങളെ സൃഷ്ടിച്ചൊന്മേലേക്ക് നയിച്ചുന്നതിനും ശ്രേഷ്ഠനും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിലയേറിയ രക്തത്താൽ ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രസ്ഥാനത്തേക്ക് ഉയർത്തിയ പ്രധാനാചാര്യനുമായ കർത്താവിന് സ്തുതി. ദൈവികമായ സ്തോത്രബലി അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധരഹസ്യങ്ങളുടെ മുമ്പാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ അസംഖ്യം പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനമുഴുവന്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനെ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിന്റെയും മാതൃതയുടെയും പരവിഞ്ഞ് അവരുടെ അസ്ഥികളിൽ കളിക്കണമേ. കർത്താവും മൗത്വത്തിന് നാഥനുമായ വിശുകാരാജാവേ, ഞങ്ങൾക്ക് മൗത്ത് നീ പാപപരിഹാരവും പാപപരിഹാരകനും ആകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് നൽകണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ.
നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് നീ സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്വന്താട്ടിൻ കൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമയുടെ നിനക്ക് സ്തുതി. ഭൂമിയിൽ നിന്ന് കോഴിയാൻ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ നിവാസ സ്ഥലത്ത് പ്രവേശിക്കുവാൻ കരുണാപൂർവം നീ അർഹനാക്കി. നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമായ മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തി. നിന്നെ സ്തുതിക്കുന്നവരായ ക്രോവേന്മാരുടെയും പരിശുദ്ധനെന്ന് നിന്നെ കീർത്തിക്കുന്ന ശ്രോപ്പേന്മാരുടെ ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തതിനാൽ ദൈവമേ നിനക്ക് ഞാൻ സ്തോത്രം അർപ്പിക്കുന്നു. അഗ്നിമയമായ സ്ഥലത്ത് അഗ്നിജ്വാലകളുടെ സിംഹാസനത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിനു വേണ്ടി പാപപരിഹാരവും സൃഷ്ടിക്ക് മുഴുവന് വേണ്ടി മോചനവും ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പിൽ സമൃദ്ധമായ നിന്റെ ഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ നന്മകൾ വർഷിക്കണമേ. കടക്കാരുടെ കടപത്രം കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ തെറ്റുകൾ നീ പരിപൂർണമായി വിസ്മരിക്കണമേ. തെറ്റിപ്പോയവർ നീ മുഖാന്തരം തിരിച്ചു വന്നതിന് മുമ്പാകെ സമ്മേളിക്കുവാനിടയാകണമേ. കർത്താവേ, നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ വിശുദ്ധ ബലിയെ ഞങ്ങൾ നിന്റെ മുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചകളിൽ നിന്റെ പരിശുദ്ധ റൂഹ പ്രസാദിക്കണമേ. അവൻ ഇറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, അധർമ്മങ്ങൾ ഞങ്ങളെ വിമുക്തരാക്കി അനശ്വരവസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്നേക്കും നാം പ്രാർത്ഥിക്കുമാറാകട്ടെ. ബലഹീനനും ഭാവിയുമായി ദാസനേച്ചു പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവപ്രദനായ പരിശുദ്ധ റൂഹ പരിശുദ്ധൻ. അവൻ നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോരുടെയും ആത്മാക്കളും എന്നും എന്നേക്കും രണ്ട് ലോകങ്ങളിലും മനസ്സിലവ് തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായ തന്റെ ദാസന്റെ ധൂപം ശുദ്ധീകരിക്കുന്നവൻ ആകുന്നു. ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങളുടെയും പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും സൃഷ്ടിയെല്ലാവരും സാരാംശത്തിൽ
കർത്താവേ, സമയത്ത് സ്നേഹവും ഐക്യവും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹമൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, നിന്റെ ശാശ്വതമായ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെയും ഏകപുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും സ്ഥിതിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടുമെന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായി കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെ ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിനും അർപ്പിക്കപ്പെടുന്നു. പരിശുദ്ധരുടെ സംസർഗവും ആവാസവും സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മിശിഹാ തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരോടൊന്നിച്ച് 3 പ്രാവശ്യം ഉച്ചത്തിൽ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ.
ഇഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റുകൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി മുറിച്ച് തന്റെ ശിഷ്യരായ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരം ആകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം അത്താഴത്തിനു ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായുമെടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ തന്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇത് പാനം ചെയ്യുവിൻ, ഇത് പുതിയ നിയമത്തിലെ എന്റെ രക്തം ആകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെയും കബറടക്കത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നവരെ അനുസ്മരിക്കുകയും ചെയ്യുമെന്ന് നമ്മുടെ കർത്താവ് തന്റെ സ്ത്രീകന്മാരോട് കൽപ്പിച്ചു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറയുന്നു, നിന്റെ രണ്ടാമത്തെ വരവിനായി പാടുന്നു, നിന്റെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സഭാരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുവരും അവനവന്റെ പ്രവർത്തിക്കത്തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന സംഭ്രമജനകമായി നിന്റെ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയും ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായി നിന്റെ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടി കാരുണ്യവാനായി നിന്നെ സ്തോത്രം ചെയ്യുന്നു. സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേലെ ആവശ്യത്തെ ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ.
ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവസിച്ച ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ ശിവായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. പരിശുദ്ധാത്മാവേ കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ ശിവായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. കർത്താവേ, തിരുശരീരത്തിലും തിരുരക്തത്തിലും പങ്കുകൊള്ളുന്ന എല്ലാവർക്കും ഇവ കടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും അവർ നിത്യജീവൻ അവകാശികളാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിനിടയന്മാർക്കുത്തമോ പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാർ സഭയിലുണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ചിപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ബുദ്ധിമുട്ടിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും ആശ്വാസമരുളി അവരെയും അവർക്ക് സഹായഹസ്തം നൽകുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അദൃശ്യനായ ശത്രുവിനെയും അവന്റെ ക്രൂരവാഴ്ചയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. നിർഭയരായ അധികാരികളുടെ ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെയും നിബിയന്മാർ, സ്ത്രീകന്മാർ, പ്രസംഗന്മാർ, സഹദേവന്മാർ, മൗദ്യാന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ പരിപാലിച്ച് അവരുടെ അണികളിൽ ഞങ്ങളെ ചേർക്കണമേ. അവരോട് ലഭിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പാറയ്ക്കുമോർ
കുറ്റമില്ലാത്തതും ശ്ലൈംഗികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ചവത്തെ ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട വൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. അതിൽ നിന്ന് വ്യതിചലിച്ച് ശിക്ഷാർഹരാകുന്നതിന് ഞങ്ങളെ അനുവദിക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, ഞങ്ങളുടെ പരേതരെ കരുണയോട് കടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ തിരുശരീരവും തിരുരക്തവും അവരുടെ അവയവങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. കർത്താവേ, ഞങ്ങളുടെയും മരിച്ചുപോരുടെയും മഹത്വങ്ങൾ മറന്ന് ഞങ്ങളെല്ലാവരെയും ക്രൈസ്തവമായ അന്ത്യത്തിന് യോഗ്യരാക്കണമേ. സർവാദരണീയവും സമ്പൂജ്യവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തോടുകൂടെ സകലത്തിലും എന്ന പ്രകാരം ഇതിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ രക്ഷകനായ യേശുമിശിഹായ ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരങ്ങളെ എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Hallelujah.
ബാറയ്ക്കുമോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും യാചനകൾക്ക് മറുപടി നൽകുന്നതിനുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടുകൂടി ഉച്ചത്തിൽ ചൊല്ലുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടപ്പാടുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും സകലവിധ നിയമലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാവങ്ങളും അവിവേകങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് തെറ്റ് ചെയ്തിട്ടുള്ളവർക്കും നീ വിമോചകനായിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അർപ്പിക്കപ്പെട്ട വിശുദ്ധരഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലോലിക്കണം. കർത്താവേ, നിന്റെ ജനത്തിലും നിന്റെ ഏകജാതന്റെ തിരുശരീരവും തിരുരക്തവും അനുഭവിപ്പാനായി നോക്കി പാർക്കുന്ന നിന്റെ ഇടവകയിലെ ആടുകളിലും നിന്റെ വലത്ത് കൈ ആവസിപ്പിച്ചവരെ ധാരാളമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സാരാംശത്തിൽ സമാനമായ പരിശുദ്ധാത്മാവിന്റെ എന്റെ സഹോദരങ്ങളെ എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. വിശുദ്ധമായ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിടവിലേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയായി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. കർത്താവിന്റെ നാമം ആദ്യം
താരകൾ പോൽ സമയമേതല്ലോ മർത്താദേരേസാ പരിശുദ്ധന്മാരെ നിങ്ങൾ നാം ശബ്ദമുയർത്തി പറയണു. രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യനവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നതുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, അദൃശ്യമായ നിന്റെ വലതുകരം നീട്ടിക്കിടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഭാഗ്യമായി നിന്റെ വിലയേറി ശരീരവും ദുരിതത്വവും സ്വീകരിക്കുന്ന നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ നീ ആശീർവദിക്കണമേ. വലിയവരും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധ വസ്തുക്കൾ വഹിച്ചിരിക്കുന്നവരിലും കൊടുക്കുന്നവരിലും കൈക്കൊള്ളുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. ഇവയിൽ താല്പര്യപൂർവ്വം സംബന്ധിച്ചവരിലും സംബന്ധിക്കുന്നവരിലും പരിശുദ്ധാത്മീയത്തിന്റെ കരുണ രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Krishna
ഞങ്ങൾക്ക് ശിക്ഷാവിധിയോ പ്രതികാരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. മനുഷ്യരോട് നിനക്കുള്ള സ്നേഹത്തെ ഞങ്ങൾ പൂർത്തിയും വന്ദിക്കുകയും ചെയ്യുന്നു. നീ ഞങ്ങൾക്ക് ശക്തിയും സഹായവും ആലംബവുമായിരിക്കണമേ. ഈ ആത്മീയ വിരുന്ന് വഴി സന്തുഷ്ടരായ ഞങ്ങൾക്ക് എല്ലാവർക്കും പുണ്യവും ഭാഗ്യാനുഭവം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലവനിക്കണം. സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ഞങ്ങൾക്ക് അനശ്വരമായ ഭക്ഷണമായി തീരുകയും ചെയ്ത സത്യാത്മമായ വിശ്രാതംബ്രാനെ, ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും കെടാത്ത അഗ്നിയിൽ നിന്നും ചാകാത്ത ഒഴിവിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സത്യപരന്തൻ നിർമ്മല കന്യക ഭാഗ്യവതി മറിയം പ്രാർത്ഥന അർപ്പിക്കും. സന്തോഷിച്ച് ആനന്ദിച്ച്
സമാധാനമായ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, സ്വീകരിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദേവദാസൻ മാറി മാനേസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനാണ് പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേകദൈവമേ, അങ്ങേക്ക് ആരാധനയും മഹത്വവും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, വിളിച്ചാനന്ദകരുണയാൽ കാലത്തിന്റെ ദിക്കിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് രൂപം നൽകി അതിനെ വളർത്തി നയിക്കുന്നതിനായി വന്യനാഥനായ മാറിയുവാനിയോസ് പിതാവിനെ അവിടുന്ന് നിയോഗിച്ചു. ആ പുണ്യനാഥന്റെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിന്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക് പൊതുവായും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധന്റെ മാധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി ദേവദാസൻ മാറിയുവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ഉള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടി നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാവുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും